നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ബന്ധവും മോക്ഷവും രണ്ടും മായാസ്വരൂപങ്ങളാണ്. പരമാർത്ഥാവസ്ഥയിൽ ബന്ധമോ മോക്ഷമോ രണ്ടുമില്ല. സംസാരം തന്നെ വാസ്തവമല്ല. സുഖദുഃഖങ്ങളും പുണ്യപാപങ്ങളും ജ്ഞാനവും അജ്ഞാനവും എല്ലാം മായാവിലാസങ്ങൾ മാത്രമാണ്. മായയ്ക്ക് വിദ്യയെന്നും അവിദ്യയെന്നും രണ്ട് സ്വരൂപങ്ങളുണ്ട്. ഒരേ വൃക്ഷത്തിൻ്റെ രണ്ട് കൊമ്പുകളിൽ രണ്ട് പക്ഷികൾ താമസിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ ഒരു പക്ഷി വൃക്ഷത്തിൻ്റെ പഴങ്ങൾ തിന്നാനും അതുവഴിക്ക് സുഖിക്കാനും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ എപ്പോഴും ദുഃഖിയും ദുർബലനുമാണ്. മറ്റേ പക്ഷിയാകട്ടെ വൃക്ഷത്തിൻ്റെ പഴങ്ങളെ തിന്നാൽ സ്വാഭാവികമായുള്ള ജ്ഞാനവും ശക്തിയും ആനന്ദവും നഷ്ടപ്പെടുമെന്ന് കരുതി അതിനെ സ്മരിക്ക പോലും ചെയ്യുന്നില്ല. ഈ രണ്ടു പക്ഷികളെയും പോലെയാണ് ശരീരത്തിൽ ജീവേശ്വരന്മാരുടെ നില. ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ അവിദ്യയും വിദ്യയുമാകുന്ന രണ്ട് കൊമ്പുകളിൽ ജീവനും ഈശ്വരനുമാകുന്ന രണ്ട് പക്ഷികൾ അധിവസിക്കുന്നു. ജീവൻ ശരീരധർമ്മങ്ങളെ ആസക്തിയോടും സുഖേച്ഛയോടും കൂടി അനുഭവിച്ച് സുഖിയും ബദ്ധനുമായി തീരുന്നു. ഈശ്വരനാകട്ടെ ശരീരധർമ്മങ്ങളെ സ്മരിക്ക പോലും ചെയ്യുന്നില്ല. അതിനാൽ എപ്പോഴും സുഖിയും മുക്തനുമായിരിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻ സ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് സങ്കീർത്തനാത് സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധ്യേത്തത് പുനരഷ്ടധാ പരിണതം ചൈശ്വര്യമൗവ്യാഹതം സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻ സ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് സങ്കീർത്തനാത് സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധ്യേത്തത് പുനരഷ്ടധാ പരിണതം ചൈശ്വര്യമൗവ്യാഹതം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഫലശ്രുതിയാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ പ്രധാന പ്രതിപാദ്യം സർവാത്മതത്വമാണ്. ഈ സ്തോത്രശ്രവണം കൊണ്ടും അർത്ഥമനനം കൊണ്ടും ധ്യാനം കൊണ്ടും സങ്കീർത്തനം കൊണ്ടും ഈശ്വരത്വം സ്വയമേ സിദ്ധിക്കും.
ശ്രീ ശങ്കരാചാര്യരുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 9 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി അവസാനത്തെ 10ാമത്തെ ശ്ലോകമാണ്. നോക്കൂ. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻസ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് ച സങ്കീർത്തനാത്. സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധേ തത്പുനരഷ്ടധാ പരിണതം ചൈശ്വര്യമവ്യാഹതം. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിൻസ്തവേ തേനാസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് ച സങ്കീർത്തനാത്. സർവാത്മത്വമഹാവിഭൂതിസഹിതം സ്യാദീശ്വരത്വം സ്വതഃ സിദ്ധേ തത്പുനരഷ്ടധാ പരിണതം ചൈശ്വര്യമവ്യാഹതം. ഇതി യസ്മാത് അമുഷ്മിൻസ്തവേ സർവാത്മത്വം സ്ഫുടീകൃതം തേന അസ്യ ശ്രവണാത് തദർത്ഥമനനാത് ധ്യാനാത് സങ്കീർത്തനാത് ച സർവാത്മത്വമഹാവിഭൂതിസഹിതം ഈശ്വരത്വം സ്യാത്. പുനഃ അഷ്ടധാ പരിണതം ച ഐശ്വര്യമവ്യാഹതം സിദ്ധ്യേത്. ഒറ്റ വാചകമാണ്. ഇത് ഇപ്രകാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 ശ്ലോകങ്ങളിലൂടെ വിസ്തൃതമായി പറഞ്ഞത് എന്താണത്? അത് സർവാത്മത്വമാണ്. സർവാത്മാവിൻ്റെ ഭാവം, അതാണ് സർവാത്മത്വം. സർവവുമായി തീർന്നിരിക്കുന്ന ഏകവും അദ്വിതീയവുമായ പരമാത്മാവ് തന്നെയാണ് സർവാത്മാവ്. എല്ലാം ഏകമായ ഒരു ഉണ്മ, ഒരു സത്യം. ഈശാവാസ്യമിദം സർവം ആത്മൈവേദം സർവം എന്നെല്ലാം ശ്രുതികൾ ആവർത്തിച്ച് പറയുന്ന സർവാത്മത്വം. സർവവും ഏകമായ അദ്വിതീയമായ ആത്മാവാണെന്ന ബോധം. അപ്പം വ്യാവഹാരികമായി പ്രകടനത്തിൽ സകലവിധ ഭിന്നതകളെയും നമ്മൾ അംഗീകരിക്കുന്നു. ഭിന്നതകളില്ലെന്നല്ല, ഭേദങ്ങളുണ്ട്. അതെല്ലാം വ്യാവഹാരികങ്ങളാണ്. എന്നാൽ പാരമാർത്ഥിക സത്യം അഭേദമാണ്. ആ അഭേദമായ സത്യത്തിൻ്റെ പ്രകടനങ്ങളാണ് സകല ഭേദങ്ങളും. ഇതാണ് വിസ്തരിച്ച് പറഞ്ഞത്. വിശ്വം ദർപ്പണ ദൃശ്യമാനതകരീ തുല്യം തുടങ്ങി ഇതാ കഴിഞ്ഞ ശ്ലോകം വരെ ഈ സർവാത്മത്വമാണ് പ്രതിപാദിച്ചത്. അപ്പോൾ സർവാത്മത്വം എങ്ങനെയാണ് പ്രതിപാദിച്ചത്? അമുഷ്മിൻ സ്തവേ ഈ സ്തോത്രത്തിൽ, ഈ സ്തവത്തിൽ, ഈ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന കൃതിയിൽ സ്ഫുടീകൃതം ആണ്. സ്ഫുടമായി സുവ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുവ്യക്തമായിട്ട് ഇവിടെ സർവാത്മത്വം വർണ്ണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തേന അസ്യ ശ്രവണാത് ഇതിനെ കേൾക്കുന്നത് കൊണ്ട്, ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിനാൽ തദർത്ഥമനനാത് അതിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം.
പക്ഷേ ശ്രദ്ധയോടുകൂടി കേട്ടാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥം മനനം ചെയ്യണം. എന്താണ് സൂക്ഷ്മമായ അർത്ഥം എന്ന് നല്ല പോലെ വിചാരം ചെയ്യണം. മനനം ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. വാസ്തവത്തിൽ അപ്പോഴാണ് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ പെരുകും. ചോദ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കൂത്തിയൊഴുകി വരികയാണ്. ഒരു വേള ശാസ്ത്രത്തിലും ഗുരുവിലും വരെ നമുക്ക് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ശ്രവണ മനനങ്ങളെ നമ്മൾ നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിൽ ക്രമേണ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ, സംശയങ്ങൾ ഒന്നൊന്നായി അടങ്ങുന്നത് കാണാം. അങ്ങനെ ചോദ്യങ്ങളെല്ലാം പോയി മനസ്സ് ഏകാഗ്രതമമാകും. അതാണ് അടുത്തത് പറയുന്നത് ധ്യാനാത്, ധ്യാനം കൊണ്ട്. അപ്പോൾ ഉപദിഷ്ടമായ തത്വത്തിൽ നമ്മുടെ അന്ധഃകരണം ഉറച്ചു. അതാണ് ധ്യാനം. അപ്പോൾ ഈ സ്തോത്രത്തിൻ്റെ ശ്രവണം കൊണ്ടും, ശ്രവണാത് തദർത്ഥമനനാത് അർത്ഥവിചാരം കൊണ്ടും, ധ്യാനാത് ധ്യാനം കൊണ്ടും, സങ്കീർത്തനാത് സമ്യക്കായി കീർത്തനം ചെയ്യുന്നത് കൊണ്ട്, നല്ലപോലെ പാടുന്നത് കൊണ്ട്, ദക്ഷിണാമൂർത്തി സ്തോത്രം ചൊല്ലുക, പാടുക, കീർത്തനം ചെയ്യുക, അതുകൊണ്ടും എന്താ സംഭവിക്കുന്നേ? സർവാത്മത്വമഹാവിഭൂതി സഹിതം സ്യാദീശ്വരത്വം സ്വതഃ. സർവാത്മത്വമഹാവിഭൂതി സഹിതം, സർവാത്മത്വമാകുന്ന വിഭൂതിയോടുകൂടി ഈശ്വരത്വം വന്നു ചേരുന്നു. എങ്ങനെ വന്നു ചേരുന്നു? ഭിന്നമായി, നമ്മളിൽ നിന്ന് ഭിന്നമായിട്ട് എവിടുന്നോ വരികയാണോ? അല്ല, സ്വതഃ, സ്വതവേ തന്നെ വന്നു ചേരുന്നു. അപ്പോൾ പറയുന്നത് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം വളരെ ശ്രദ്ധയോടുകൂടി ശ്രവണം ചെയ്യുകയും മനനം ചെയ്യുകയും ധ്യാനിക്കുകയും സങ്കീർത്തനം ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് ഈശ്വരത്വം സ്വതവേ വന്നു ചേരുമെന്നാണ്. അതെങ്ങനെ? മറ്റെന്തെല്ലാം ഫലങ്ങളുണ്ട്? ആ ഈശ്വരത്വത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? നമുക്ക് വിചാരം ചെയ്യാം. അടുത്ത പ്രാവശ്യമാവട്ടെ. അടുത്തതായി സനാതനധർമ്മം. ഓം അമൃതേശ്വരിയേ നമഃ. മിക്കവാറും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് സ്വയം അറിയാൻ സാധിക്കും, അല്ലേ? എന്താണ് നമ്മുടെ വളർച്ചയ്ക്ക് നല്ലത്, എന്താണ് നല്ലതല്ലാത്തതെന്നും നമുക്കറിയാൻ സാധിക്കും. പക്ഷേ നമുക്ക് അറിയാത്തതും പലതുമുണ്ടെന്ന സത്യം നമ്മൾ വിസ്മരിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചെപ്പോഴും പലപ്പോഴും നമുക്ക് അറിയണമെന്നില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ കോവിഷീൽഡ് വാക്സിൻ എടുക്കുവാൻ വേണ്ടി ക്യൂവിൽ ഇരിക്കുകയായിരുന്നു. ഒരു സുഹൃത്ത് എൻ്റെ പിന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൾ എന്നോട് ചോദിച്ചു, പാരസീറ്റമോൾ പനിയുടെ ഗുളിക കയ്യിൽ വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ആവശ്യമുണ്ടായെന്ന് വരും, കയ്യിലില്ലെങ്കിൽ ഞാൻ തരാം. അതുവരെ എനിക്ക് ഈ വാക്സിൻ കഴിഞ്ഞാൽ പനി വരാമെന്ന് ചിന്തിച്ചതേയില്ല. കാരണം എനിക്ക് വളരെ അപൂർവമായേ പനി വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്തിന് പനി വരണം? കോവിഡ് വാക്സിൻ എടുത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന്. അതിനാൽ ഞാൻ ചിരിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തിനോട് മറുപടി പറഞ്ഞു, ഹേയ്, കുഴപ്പമൊന്നുമില്ല, താങ്ക് യു, എനിക്ക് പനി വരുത്താൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ, നിൻ്റെ ഇഷ്ടം പോലെ. നിൻ്റെ മനസ്സ് മാറുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഗുളിക തരാം. ഞാൻ വാക്സിൻ എടുത്തതിന് ശേഷം അന്നത്തെ ദിവസം സാധാരണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഭജന കഴിഞ്ഞ് ഞാൻ നേരെ കിടന്നുറങ്ങാൻ പോയി. സുഖമായിട്ട് ഒന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു. എൻ്റെ ശരീരം മുഴുവൻ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പുതപ്പ് കൊണ്ട് തല മൂടി തിരിച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു രക്ഷയില്ല. വിറച്ചു കൊണ്ടേയിരുന്നു ഞാൻ. വല്ലാതെ ശരീരം തണുക്കുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ കട്ടിലിൽ നിന്ന് വലിഞ്ഞെഴുന്നേറ്റ് സോക്സും സ്വെറ്ററും ഇട്ടു.
അന്ന് രാത്രി മുഴുവൻ വിരച്ചുകൊണ്ട് കിടന്നു. അവസാനം 5 മണിയായപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് പാരസീറ്റമോൾ ടാബ്ലറ്റ്സ് വാങ്ങി പോയി കിടന്നു. കുറച്ചുറങ്ങി. കാലത്ത് ഞാൻ എണീറ്റ് പതിവ് പോലെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ മുറിയിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ കൊടുക്കുവാനായി. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ വളരെ ആത്മധൈര്യത്തോടെ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഉറങ്ങി മതിയായി. എനിക്ക് ഇന്നത്തെ ദിവസം ഇനി മുന്നോട്ട് നന്നായി കൊണ്ടുപോകണം. എൻ്റെ സുഹൃത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അത്ര വിശ്വാസമൊന്നും ആകുന്നില്ല എന്ന മട്ടിൽ അവൾ പുറകം ചൊലിച്ചു. ഞാൻ നേരെ എൻ്റെ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് എനിക്ക് ക്ഷീണം തോന്നി. ഞാൻ വിചാരിച്ചു, ശരി, ഒരു 10-20 മിനിറ്റ്സ് കിടന്നേക്കാം. എന്നിട്ടോ ഞാൻ എഴുന്നേറ്റത് 4 മണിക്കൂറിന് ശേഷം. ഇവിടെ ഞാൻ വിചാരിച്ചു, എൻ്റെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാമെന്ന്. പക്ഷേ എനിക്ക് തീർത്തും എൻ്റെ ശരീരത്തിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ നിഗൂഢതകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് എന്തറിയാം? അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ പുരോഗതിയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? എല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവം മാത്രമാണ് നമുക്കുള്ളത്. ഒരിക്കൽ നമ്മുടെ അമ്മ വിദേശത്ത് പോയപ്പോൾ ഒരാൾ അമ്മയോട് ചോദിച്ചു, അമ്മേ, ചില വിചാരിക്കും ഒരു ഗുരുവിൻ്റെ ശിക്ഷണം ആവശ്യമില്ലെന്ന്. അമ്മയുടെ അഭിപ്രായം എന്താണ്? അമ്മ പറഞ്ഞു, കണ്ണ് കാണാത്തൊരാൾക്ക് എല്ലാ ദിക്കിലും ഇരുട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം സഹായം തേടും. ഇതുപോലെ പലരും ആധ്യാത്മിക അറിവിൽ അന്ധരാണ്. എന്നാൽ അവർ അതും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാലോ അംഗീകരിക്കുകയുമില്ല. അതുകൊണ്ട് അവർ ഒരു സഹായം തേടുകയില്ല. ശരിയായ നിർദ്ദേശം സ്വീകരിക്കുവാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ ഭക്തൻ തുടർന്നു ചോദിച്ചു, എങ്ങനെയാണ് ഒരു സദ്ഗുരു സഹായിക്കുന്നത്? അമ്മ ഉടനെ മറുപടി പറഞ്ഞു, സഹായം വേണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അസുഖം തിരിച്ചറിയണം, എന്നിട്ട് സഹായം തേടണം. നമ്മുടെ ഭവരോഗം മനസ്സിലാക്കുവാനുള്ള എളിമയും നേരായ വീക്ഷണവും നമുക്ക് വേണ്ടേ? അപ്പോഴേ നമ്മൾ ഒരു ഗുരുവിനെ സമീപിക്കുകയും അവിടുത്തെ വാക്കുകൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും ചെയ്യുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, ഞാൻ എല്ലായ്പ്പോഴും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? ഏത് നേരവും മനസ്സിൻ്റെ സന്തുലിത നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് തൃപ്തിയുണ്ടോ? മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഞാൻ എന്നിൽ തന്നെ ആനന്ദം കാണുന്നുണ്ടോ? മൊബൈൽ ഫോണുകളും ഇൻ്റർനെറ്റും ടിവിയും പാർട്ടികളും ഇതെല്ലാം ആശ്രയിച്ചിട്ടല്ലേ നമ്മൾ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഒരു ഡോക്ടറിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായും നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ഗുരുവിന് മാത്രമേ നമുക്ക് എന്താണ് നല്ലതെന്ന് അറിയുകയുള്ളൂ. ഗുരുവിന് മാത്രമേ നമുക്ക് ആവശ്യമുള്ള ചികിത്സ എന്താണെന്ന് മനസ്സിലാക്കുവാൻ പോലും സാധിക്കുകയുള്ളൂ. അമ്മ പറയുന്നു, യഥാർത്ഥ പ്രാർത്ഥനയിൽ ആവശ്യങ്ങളില്ല, പരാതികളില്ല, നിവേദനങ്ങളില്ല. യഥാർത്ഥ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഭഗവാനെ, എനിക്ക് എന്താണ് നല്ലതെന്നും ചീത്തയെന്നും എനിക്കറിയില്ല. ഞാൻ ആരുമല്ല, നീ എല്ലാമാണ്. നീ ചെയ്യുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അതിനാൽ അവിടുത്തെ ഇച്ഛ നടക്കട്ടെ. യഥാർത്ഥ പ്രാർത്ഥനയിൽ നമ്മൾ തലകുനിക്കും, ഗുരുവിൽ ശരണാഗതി അടയും, ഭഗവാനോട് നമ്മുടെ നിസ്സഹായത വെളിപ്പെടുത്തും. കോവിഡ് വാക്സിൻ നൽകിയ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി, എൻ്റെ ശരീരത്തിനെ കുറിച്ച് എനിക്ക് ഒരു ചുക്കും അറിയില്ലെന്ന്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ആധ്യാത്മിക പാതയെക്കുറിച്ചും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ലെന്ന്. നമുക്ക് നമ്മുടെ ഗുരുവിൻ്റെ രോഗനിർണയവും ചികിത്സയും ആവശ്യമാണ്. നമ്മുടെ ഈ അറിവില്ലായ്മ എളിമയോടെ മനസ്സിലാക്കി നമ്മളെ സ്വയം ദൈവികമായ ആ ഡോക്ടറിൻ്റെ കൈകളിൽ കൊടുത്തു പ്രാർത്ഥിക്കാം. പ്രാപ്യാന്തഃ പൂർണ്ണതാം പൂർണ്ണഃ ന ശോചാമി യഥാ പുനഃ സന്തോ ഭവന്തസ്തത്വജ്ഞാസ് തഥേഹോപദിശന്തു മാം. ദൈവികമായ അറിവിൽ നിലനിൽക്കുന്നവനെ എന്നെയും പഠിപ്പിക്കണമേ. എൻ്റെ മനസ്സിൽ സംതൃപ്തി നിറയുവാനും ഒരിക്കലും വേദന
എന്നെ അലട്ടുവാതിരിക്കുവാനും. ഗുരു നൽകുന്ന പാരസിറ്റമോളുകൾ നമ്മൾ നേരത്തെ കൈവച്ചാൽ ഭവരോഗം നമ്മെ പിടികൂടുകയില്ല. ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ നാം തളരുകയില്ല. ഗുരുവിനെ ആശ്രയിക്കുവാനുള്ള വിവേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരിയേ നമഃ. സന്ധ്യാദീപം തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പള്ളി ഉണർന്നു പകലോ